ഇന്ന് നമ്മൾ ഒരു അത്ഭുതകരമായ ശാസ്ത്രീയ യാത്രയിലേക്ക് പോകുന്നു. നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നുവന്ന ഒരു നക്ഷത്രാന്തര വസ്തുവിന്റെ കഥ. മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം എന്ന ധൂമകേതുവിന്റെ കഥ. ഈ വസ്തു മണിക്കൂറിൽ 2,40,000 കിലോമീറ്റർ വേഗതയിൽ സൗരയൂഥത്തിലൂടെ കുതിക്കുന്നു. ഇത് നമ്മുടെ മംഗൾയാൻ എന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ചൊവ്വ പേടകത്തിന്റെ 6 ഇരട്ടി വേഗതയാണ്. നമ്മുടെ ഗ്രഹത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു വസ്തു മൂന്നാമത്തെ തവണ മാത്രമാണ് കണ്ടെത്തപ്പെട്ടത്. ഈ യാത്രയിൽ നമ്മൾ ഈ ധൂമകേതുവിന്റെ ഉത്ഭവം, ശാസ്ത്രീയ പ്രാധാന്യം, ഒപ്പം ഇത് ഒരു ബഹിരാകാശ ജീവികളുടെ യാനമാണോ എന്ന ചർച്ചകൾ വരെ, എല്ലാം മലയാളത്തിൽ ചുരുക്കരൂപങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. ഈ വീഡിയോ 6000 വാക്കുകളിലൂടെ ശാസ്ത്രവും രസവും ചേർന്ന ഒരു അനുഭവമാകും. സീറ്റ് ബെൽറ്റ് ഇടൂ, കാരണം നമ്മൾ പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് കുതിക്കാൻ പോകുന്നു. നമുക്ക് ആദ്യം ഈ വസ്തു എന്താണെന്ന് മനസ്സിലാക്കാം. 2025 ജൂലൈ 1 ദേശീയ ബഹിരാകാശ ഏജൻസിയുടെ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം എന്ന ടെലിസ്കോപ്പ് ചിലിയിലെ റിയോ ഹർട്ടാഡോയിൽ ഒരു അസാധാരണ വസ്തു കണ്ടെത്തി. ആദ്യം ഇതിനെ A11PL3Z എന്ന കോഡ് നൽകി. പിന്നീട് ജൂലൈ 2 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടനയുടെ മൈനർ പ്ലാനറ്റ് സെന്റർ ഇതിനെ മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം എന്ന് ഔദ്യോഗികമായി പേര് നൽകി. മൂന്നാമത് എന്നതിന്റെ അർത്ഥം ഇത് സൗരയൂഥത്തിന് പുറത്തുനിന്ന് വരുന്ന മൂന്നാമത്തെ വസ്തുവാണ്. ഇതിന്റെ പൂർണ്ണനാമം C2025N1 ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം ഒരു ധൂമകേതുവാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഈ വസ്തു നക്ഷത്രാന്തര ഇടത്തിൽ നിന്ന്, അതായത് നക്ഷത്രങ്ങൾക്കിടയിലെ ശൂന്യതയിൽ നിന്ന് നമ്മുടെ സൗരയൂഥത്തിലേക്ക് എത്തിയിരിക്കുന്നു. നക്ഷത്രാന്തര വസ്തുക്കളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് അവയുടെ ശാസ്ത്രീയ സ്വഭാവം പരിശോധിക്കാം. ഒരു നക്ഷത്രാന്തര വസ്തു നമ്മുടെ സൗരയൂഥത്തിന്റെ ഗുരുത്വാകർഷണ പരിധിയിൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല. അതായത് ഇത് സൂര്യനെ ചുറ്റുന്ന ഒരു ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നില്ല. പകരം ഒരു ഹൈപ്പർബോളിക് ഭ്രമണപഥത്തിൽ നേർരേഖയിൽ വൻ വേഗതയിൽ സൗരയൂഥത്തിലൂടെ കടന്നുപോകുന്നു. മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം ഏകദേശം 60 km/s വേഗതയിൽ സൗരയൂഥത്തിലൂടെ കുതിക്കുന്നു. ഈ വേഗത നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരു വിമാനം പറക്കുന്നതിന്റെ ആയിരക്കണക്കിന് ഇരട്ടിയാണ്. ഈ വസ്തുവിന്റെ ഉത്ഭവം നമ്മുടെ ക്ഷീരപഥ ഗാലക്സിയുടെ കട്ടിയുള്ള ഡിസ്ക് എന്ന ഭാഗത്തുനിന്നാണ്. ഈ പ്രദേശം 7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട പുരാതന നക്ഷത്രങ്ങളാൽ സമ്പന്നമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജ്യോതിശാസ്ത്രജ്ഞനായ മാത്യു ഹോക്കിൻസ് പറയുന്നു, മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം നമ്മുടെ സൗരയൂഥത്തിന്റെ 4.6 ബില്യൺ വർഷത്തെ പഴക്കത്തേക്കാൾ 3 ബില്യൺ വർഷം കൂടുതൽ പഴക്കമുള്ള ഒരു ധൂമകേതുവായിരിക്കാം. ഈ വസ്തു ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ക്ഷീരപഥത്തിലൂടെ അലഞ്ഞ് ഇപ്പോൾ നമ്മുടെ സൗരയൂഥത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് ഈ വസ്തുവിന്റെ ശാരീരിക ഗുണങ്ങൾ പരിശോധിക്കാം. ആദ്യം, മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം 20 കിലോമീറ്റർ വ്യാസമുള്ളതാണെന്ന് കണക്കാക്കപ്പെട്ടു. പിന്നീട് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ DIRC ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോളിൻ ഓറിയോൺ ചാൻഡലർ ഇതിന്റെ വലുപ്പം 10 കിലോമീറ്റർ ആയി പുനർനിർണയിച്ചു. ഇത് മുൻപ് കണ്ടെത്തിയ നക്ഷത്രാന്തര വസ്തുക്കളായ ഒന്നാമത് ഓമുവാമുവ 200 മീറ്റർ യും രണ്ടാമത് ബോറിസോവ് 1 കിലോമീറ്ററിൽ താഴെ യേക്കാൾ വലുതാണ്. ഈ വസ്തു ഒരു ധൂമകേതുവാണെന്ന് സ്ഥിരീകരിച്ചത് അതിന്റെ കോമ ഒരു മങ്ങിയ വാതകപ്പൊടി പടലും ഒപ്പം ചെറിയ വാൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ധൂമകേതുക്കൾ ഐസ്, വാതകങ്ങൾ, പാറ എന്നിവയാൽ നിർമ്മിതമാണ്. സൂര്യനോട് അടുക്കുമ്പോൾ ചൂട് ഈ ഐസിനെ ഉരുക്കി വാതകവും പൊടിയും പുറന്തള്ളി വാൽ രൂപപ്പെടുത്തുന്നു. നമുക്ക് ഈ വസ്തുവിന്റെ യാത്രയുടെ ശാസ്ത്രീയ വശങ്ങൾ നോക്കാം. മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം സഗിറ്റേറിയസ് നക്ഷത്രരാശിയുടെ ദിശയിൽ നിന്ന് ക്ഷീരപഥത്തിന്റെ കട്ടിയുള്ള ഡിസ്കിൽ നിന്നാണ് വരുന്നത്. ഇതിന്റെ ഹൈപ്പർബോളിക് ഭ്രമണപഥം സൂര്യന്റെ ഗുരുത്വാകർഷണത്തിൽ ബന്ധിക്കപ്പെടാത്തതാണ്. ദേശീയ ബഹിരാകാശ ഏജൻസിയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ഡോക്ടർ പോൾ ചോദാസ് പറയുന്നു, ഇതിന്റെ പാത പിന്നോട്ട് പിന്തുടർന്നാൽ മറ്റൊരു നക്ഷത്രവ്യവസ്ഥയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുറന്തള്ളപ്പെട്ടതാണെന്ന് വ്യക്തമാകുന്നു. ഈ വസ്തു ഇത്ര വലിയ വേഗതയിൽ സഞ്ചരിക്കാൻ ഒരു സ്ലിംഗ്ഷോട്ട് ഇഫക്റ്റ് ആവശ്യമാണ്. ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമയിൽ കണ്ട ഗുരുത്വാകർഷണ സഹായ സാങ്കേതികവിദ്യയാണ് ഇത്. ഒരു വലിയ ഗ്രഹത്തിന്റെയോ നക്ഷത്രത്തിന്റെയോ ഗുരുത്വാകർഷണം വസ്തുവിനെ അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് പുറന്തള്ളി വൻ വേഗതയിൽ പ്രപഞ്ചത്തിലേക്ക് എറിയുന്നു. നമുക്ക് ഈ വസ്തുവിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു നിമിഷം ആലോചിക്കാം. ഇത് 5 മുതൽ 6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു നക്ഷത്രവ്യവസ്ഥയിൽ രൂപപ്പെട്ട ഒരു ധൂമകേതുവാണ്. ഹാർവാർഡ് സ്മിൽസോണിയൻ സെന്റർ ഫോർ ആസ്ട്രോഫിസിക്സിലെ ജോനാഥൻ മക്ഡൌവൽ പറയുന്നു, ഇത്തരം ഐസ് ബോളുകൾ നക്ഷത്രവ്യവസ്ഥകളിൽ രൂപപ്പെട്ട് മറ്റൊരു നക്ഷത്രത്തിന്റെ ഗുരുത്വാകർഷണ ഇടപെടലിൽ പ്രപഞ്ചത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു.
മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ക്ഷീരപഥത്തിലൂടെ അലഞ്ഞ് ഇപ്പോൾ നമ്മുടെ സൗരയൂഥത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ യാത്ര ഒരു ശാസ്ത്രകഥ പോലെ തോന്നാമെങ്കിലും ഇത് പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ചരിത്രമാണ്. നമുക്ക് ഈ വസ്തുവിന്റെ ശാസ്ത്രീയ പഠനത്തെക്കുറിച്ച് നോക്കാം. ഹബിൾ ബഹിരാകാശ ദൂരദർശിനി 2025 ജൂലൈ 21 മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റത്തിന്റെ ചിത്രങ്ങൾ പകർത്തി. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി വേറ സിസ്റ്റർ റൂബിൻ ഒബ്സർവേറ്ററി ഒപ്പം ദേശീയ ബഹിരാകാശ ഏജൻസിയുടെ ചൊവ്വ റോവറുകൾ പോലും ഈ വസ്തുവിനെ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നു. വേറ സിസ്റ്റർ റൂബിൻ ഒബ്സർവേറ്ററി അതിന്റെ അത്യാധുനിക ടെലിസ്കോപ്പ് ഉപയോഗിച്ച് മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റത്തിന്റെ വലുപ്പവും ഘടനയും കൃത്യമായി നിർണ്ണയിച്ചു. ഈ ടെലിസ്കോപ്പുകൾ ഈ വസാവുവിന്റെ കോമയുടെ വലുപ്പവും അതിന്റെ ഐസ് ന്യൂക്ലിയസിന്റെ ഘടനയും വിശദമായി പഠിക്കുന്നു. നമുക്ക് ഒരു രസകരമായ ചോദ്യം ഇതിൽ ജീവന്റെ സാധ്യത ഉണ്ടോ? ശാസ്ത്രജ്ഞർ ഈ വസ്തുവിൽ അമിനോ ആസിഡുകൾ പോലുള്ള ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ തേടുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ലങ്കാഷെയറിലെ ഡോക്ടർ മാർക്ക് നോറിസ് പറയുന്നു, ഇത്തരം വസ്തുക്കളിൽ ജീവന്റെ മുൻഗാമികൾ കണ്ടെത്തിയാൽ മറ്റു നക്ഷത്രവ്യവസ്ഥകളിൽ ജീവനുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും. പക്ഷേ ഇവിടെ ഒരു രസകരമായ കാര്യം, നാം ജീവനെ തേടുമ്പോൾ ഓക്സിജനും വെള്ളവും കാർബണും അടിസ്ഥാനമാക്കിയാണ് തിരയുന്നത്. ഇത് നമ്മുടെ ഒരു അനുമാനം മാത്രമാണ്. ഒരുപക്ഷേ മറ്റൊരു നക്ഷത്രവ്യവസ്ഥയിൽ ജീവൻ സിലിക്കൺ അടിസ്ഥാനമാക്കിയോ വെള്ളത്തിന് പകരം മീഥേൻ അല്ലെങ്കിൽ ആൽക്കഹോൾ അടിസ്ഥാനമാക്കിയോ ആകാം. ഒരു ഗ്രഹത്തിൽ ആൽക്കഹോൾ നിറഞ്ഞ ഒരു ജീവരൂപം അവരുടെ ഗ്ലാസ് ഉയർത്തി ആൽക്കഹോൾ നിറഞ്ഞ ഒരു ലോകത്തിനായി തിരയുന്നുണ്ടാകാം. നമുക്ക് ഈ വസ്തുവിന്റെ ഭാവി പാത നോക്കാം. 2025 ഒക്ടോബറിൽ മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം സൂര്യനോട് ഏറ്റവും അടുത്തെത്തും 150 ദശലക്ഷം മൈൽ അകലെ. ഡിസംബറിൽ ഇത് ഭൂമിയോട് ഏറ്റവും അടുത്തെത്തും 160 ദശലക്ഷം മൈൽ അകലെ. ഇത് ഭൂമിക്ക് ഒരു ഭീഷണിയല്ല. പിന്നീട് ഇത് നമ്മുടെ സൗരയൂഥം വിട്ട് പ്രപഞ്ചത്തിലേക്ക് വീണ്ടും അലയാൻ പോകും. ഈ യാത്ര നമ്മുടെ ഗാലക്സിയുടെ അനന്തമായ വിസ്മയങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഈ വസ്തുവിന്റെ ശാസ്ത്രീയ പ്രാധാന്യം കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം. ബഹിരാകാശ ജീവന്റെ തെരച്ചിലിനുള്ള പദ്ധതി അല്ലെങ്കിൽ സെർച്ച് ഫോർ എക്സ്ട്രാടെറസ്ട്രിയൽ ഇന്റലിജൻസ് ഇത്തരം വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിന് പ്രധാനമാണ്. ഈ പദ്ധതി ബഹിരാകാശ ജീവന്റെ സിഗ്നലുകൾ തേടുന്നു, ഒപ്പം നക്ഷത്രാന്തര വസ്തുക്കളുടെ ഘടന പഠിക്കുന്നു. മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം ഒരു ധൂമകേതുവായതിനാൽ ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ ബാഷ്പീകരിക്കുന്ന ഐസുകൾ അടങ്ങിയിരിക്കാം. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഇതിന്റെ ഘടന കൂടുതൽ വിശദമായി പഠിക്കാൻ ശ്രമിക്കുന്നു. ഈ പഠനങ്ങൾ മറ്റു നക്ഷത്രവ്യവസ്ഥകളിൽ ജീവന്റെ സാധ്യതയെക്കുറിച്ച് നമുക്ക് സൂചനകൾ നൽകും. നമുക്ക് ഒരു വിവാദപരമായ ചർച്ച, ഇത് ഒരു ബഹിരാകാശ ജീവികളുടെ യാനമാണോ? എക്സ് എന്ന സോഷ്യൽ മീഡിയയിൽ ചിലർ ഹാർവാർഡിലെ ഒരു ഭൗതികശാസ്ത്രജ്ഞന്റെ അഭിപ്രായം ഉദ്ധരിച്ച് മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം ഒരു ശത്രുതാപരമായ ബഹിരാകാശ യാനമായിരിക്കാമെന്ന് പറയുന്നു. എന്നാൽ ശാസ്ത്രജ്ഞരുടെ ഭൂരിഭാഗവും ഇത് ഒരു പ്രകൃതിജന്യ ധൂമകേതുവാണെന്നാണ് വാദിക്കുന്നത്. ഒന്നാമത് ഓമുവാമുവയുടെ കാര്യത്തിൽ 2017 ഹാർവാർഡിലെ ആവി ലോബ് ഇത് ഒരു ബഹിരാകാശ യാനമായിരിക്കാമെന്ന് വാദിച്ചിരുന്നു. പക്ഷേ പിന്നീട് അതിന്റെ ഭ്രമണപഥ ത്വരണം പ്രകൃതിജന്യമാണെന്ന് തെളിഞ്ഞു. മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റത്തിന്റെ കാര്യത്തിലും ശാസ്ത്രജ്ഞർ ഇതിന്റെ ഘടനയും പെരുമാറ്റവും ഒരു ധൂമകേതുവിൻ്റേതാണെന്ന് സ്ഥിരീകരിക്കുന്നു. നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ വസ്തുവിന്റെ പ്രാധാന്യം ആലോചിക്കാം. കേരളത്തിൽ ഈ വസ്തു ഒരു ശാസ്ത്രകഥ പോലെ തോന്നാം. പക്ഷേ ഓർക്കുക, 100 വർഷങ്ങൾക്ക് മുൻപ് വിമാനങ്ങൾ ഒരു സ്വപ്നമായിരുന്നു. ഇന്ന് നാം ചന്ദ്രനിൽ ഇറങ്ങി ചൊവ്വയിലേക്ക് യാത്ര ചെയ്യുന്നു. മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം നമ്മുടെ പ്രപഞ്ചത്തിന്റെ അനന്തമായ സാധ്യതകളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ വസ്തു നമ്മുടെ ഗാലക്സിയുടെ പുരാതന ചരിത്രത്തിന്റെ ഒരു സാക്ഷ്യമാണ്. നമുക്ക് ഈ വസ്തുവിന്റെ ശാസ്ത്രീയ പഠനത്തിന്റെ വിശദാംശങ്ങൾ കൂടുതൽ പരിശോധിക്കാം. ഹബിൾ ബഹിരാകാശ ദൂരദർശിനി മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റത്തിന്റെ കോമയുടെ വലുപ്പം ഏകദേശം 24,000 കിലോമീറ്റർ വ്യാസമുള്ളതാണെന്ന് കണ്ടെത്തി. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഇതിന്റെ ഘടനയിൽ ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ ബാഷ്പീകരിക്കുന്ന ഐസുകൾ തേടുന്നു. വേറ സിസ്റ്റർ റൂബിൻ ഒബ്സർവേറ്ററി ഇതിന്റെ ഭ്രമണപഥത്തിന്റെ കൃത്യത, ഒപ്പം ഇതിന്റെ വേഗതയും വിശദമായി പഠിക്കുന്നു. ഈ പഠനങ്ങൾ നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ലോകങ്ങളെക്കുറിച്ച് നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു.
നമുക്ക് ഈ വസ്തുവിന്റെ യാത്രയുടെ ശാസ്ത്രീയ വശങ്ങൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം. മൂന്നാമത് ഇന്റർസ്റ്റെല്ലാർ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം സൗരയൂഥത്തിന്റെ ആന്തരിക ഭാഗത്തേക്ക് ഒരു ഹൈപ്പർബോളിക് ഭ്രമണപഥത്തിൽ കടന്നുവരുന്നു. ഈ ഭ്രമണപഥം സൂര്യന്റെ ഗുരുത്വാകർഷണത്തിൽ ബന്ധിക്കപ്പെടാത്തതിനാൽ ഇത് ഒരു തവണ മാത്രം സൗരയൂഥത്തിലൂടെ കടന്നുപോകും. ദേശീയ ബഹിരാകാശ ഏജൻസിയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ഇതിന്റെ ഭ്രമണപഥത്തിന്റെ കൃത്യത ഒപ്പം ഇതിന്റെ വേഗതയും വിശദമായി പഠിക്കുന്നു. ഈ വസ്തു സൂര്യനോട് അടുക്കുമ്പോൾ അതിന്റെ വേഗത കൂടുതൽ വർദ്ധിക്കും. നമുക്ക് ഈ വസ്തുവിന്റെ ശാസ്ത്രീയ പ്രാധാന്യം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ആലോചിക്കാം. കേരളത്തിൽ നമ്മുടെ ശാസ്ത്ര വിദ്യാർത്ഥികൾ ഈ വസ്തുവിന്റെ കഥ ഒരു പ്രചോദനമായി കാണണം. നമ്മുടെ നാട്ടിൽ ശാസ്ത്രഗവേഷണം ഒപ്പം ബഹിരാകാശ പഠനം വളർന്നുവരുന്നു.